ഓമനെ ഓമനെ നീ ഇങ്ങ് വന്നേ. എന്തെന്നാപ്പാ നീ എന്തിനിങ്ങനെ കടന്ന് അലറുന്നേ? അനക്ക് ചെവിയിലുണ്ടട്ടാ. കടന്ന് അലറൊന്നും വേണ്ട. എന്നാ കാര്യം വെച്ചാ പറഞ്ഞേ. നമുക്ക് പണിയുണ്ട് ഇടാ. എടിയേ ഇതാരെ വീടാപ്പാ? ഇതുവരെ കണ്ടിട്ടില്ലല്ല. പുതിയ വീടാന്ന് തോന്നുന്നു. മോശമില്ല. ഓ അതാ അത് നമ്മളെ നാരായണന്റെ വീടാപ്പാ. ഓന്റെ വലിയ വീടെടുത്ത് എങ്ങനെയാന്നറിയെങ്കി പഞ്ചായത്ത് പൈസയില്ലേ 2-3 ലക്ഷം വാങ്ങിച്ചിട്ട് താഴത്തെ പണിയെല്ലാം തീർത്തിനു പോലും. പിന്നെ എന്ത് ചെയ്ത് ഓൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് വലിയ വീട് കെട്ടിപ്പൊക്കി. എന്നിട്ട് എന്ത് കാര്യപ്പാ? ഒരു സമാധാനം ഉണ്ടാവാമോ? പഞ്ചായത്തുകാരെ പറ്റിക്കൊല്ലോ ചെയ്തിനി. അയ്യോ ഏത് ആ കുടിയെന്നാരാണ്ട് വീടാ? ഓനപ്പ ഇത്ര വലിയ വീടെല്ലാം എടുത്തേ? പുതിയ വീടായിക്കോല്ലേ? അതേപ്പാ ആ കള്ളൂടിയ നാരായണൻ തന്നെ. എടിയേ നിങ്ങക്കൊരു കാര്യം അറിയാം? ഈ നാരായണില്ലേ എപ്പോഴും രാത്രി കുടിച്ചിട്ട് വരും. എന്നിട്ടോ ആ നളിനിയെ ചവിട്ടി ചവിട്ടി കൂട്ടുന്നുണ്ടാവും. ആദ്യമൊക്കെ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഉണ്ടല്ല ഇതിപ്പോ എപ്പോഴും സ്ഥിരം പരിപാടിയാ. പിന്നെ കണ്ടു മടുത്തില്ലേ? അയ്യോ പാവം നളിനി. ആ നാരായണിയെല്ലാം വല്ല എലിവേഷം കൊടുത്ത് കൊല്ലണം. കുറച്ച് വെള്ളം തരുവാ? എടുക്കുന്നുണ്ടെ എന്തെങ്കിലും തണുത്ത് തന്നെ എടുത്തോട്ടാ. എടി രമണി, നീ ഇന്നില്ലേ വെറുതെ നിൽക്കല്ലേ? നമ്മളെ വീട്ടിൽ നാളെ ഒന്ന് ബാർപ്പണി തുടങ്ങുന്നേ. നിനക്ക് സമയം ഉണ്ടെങ്കിൽ പോയി എടുത്താൻ പറ്റുമോ? അയ്യോ ഓൻ്റെ പറ ഇന്ന് പറ്റൂലപ്പാ. ഇന്ന് കുറേ പണിയുണ്ട്. ഇന്നൊന്നും പറ്റൂല. പിന്നെ പണിയെടുക്കാണ്ട് ഇവിടെ പൈസ കിട്ടുമ്പോന്ന് അവരൊരു പൂഴിയടത്തൽ. എടി ഓമനെ കമലേ, ഒന്ന് വേഗം വരുന്നുണ്ടാ. സമയം ഉച്ചയായി. വേഗം വാ. അനക്ക് ബസ്സിന്ന് കുടലെത്തുന്നുണ്ട്. ആ നളിനിയാന്ന് എന്തെങ്കിലും തന്നിനാ? രാവിലെ ഒരു വെള്ളം പോലും തന്നിട്ടില്ല. വെള്ളം തന്നിനി. എന്ത് വെള്ളോ? സാധാരണ വെള്ളോ. ഓളടുത്ത് പശുവില്ലേ? എന്ന് കുറച്ച് പാല് തരുക, അല്ല ഒരു ചായ തരുക. അതുണ്ടാ? എന്ത് എടിയേ വേഗം വാ. 3:30 കഴിഞ്ഞിട്ടാ. പിള്ളേരിൽ ഇപ്പൊ സ്കൂൾ വിട്ടിട്ട് വരൂ. അവർക്ക് വല്ല കഞ്ഞി വെള്ളം ഉണ്ടാക്കി കൊടുക്കണ്ടേ? വേഗം വന്നാട്ടെ. പിന്നില്ലേ ആടെ നമുക്ക് നേരത്തെ ഉണങ്ങിയ തേങ്ങയും ഉണങ്ങിയ മട്ടലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉണങ്ങിയ തേങ്ങ കൊണ്ട് നാളെ പിള്ളേർക്ക് ചമ്മന്തിയിൽ അരച്ചു കൊടുക്കാം. പിന്നെ അധികം നല്ല ആത്മാർത്ഥതയോടെയൊന്നും പണിയൊന്നും എടുക്കണ്ട. ഈ നാരായണൻ അയാളെ ഷെൽഫ് കൂട്ടി വെച്ച പണിയൊന്നുമല്ലല്ലോ നമുക്ക് ഇരുന്ന്. നമുക്ക് സർക്കാർ ഇരുന്നില്ലേ? ഇങ്ങനെയല്ലേ ചെയ്താൽ മതിപ്പാ. വേഗം വന്നേ. സഞ്ചിയും കെട്ടെല്ലാം എടുത്തേ. ആ പോവാല.